ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദാസ് പറയാണ് ഇതിൽ വിനയനും കൂടിയുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഗോകുൽ പറയുന്നുണ്ട്, ഒരിക്കലും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത സാധനമാണ് വിനയൻ. അവൻ നിന്ന നിൽപ്പിനെ സ്വഭാവം മാറുന്നവനല്ലേ എന്നൊക്കെ പറയുമ്പോൾ വിനയൻ പണ്ടായിരുന്നു, ഇപ്പൊ വിനയൻ എന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല എന്ന് പറയാനിട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ അത്ര അങ്ങ് സുഖിക്കില്ല അങ്ങ് ഗോകുലിന്. പിന്നീട് എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോവാണ്. ഞാൻ നിന്റെ അടുത്തോട്ട് വന്നത് എന്തായി കാര്യങ്ങൾ എന്നറിയാനാണ്. അറിയാതെ ആണെങ്കിലും നിനക്കൊപ്പം ഞാൻ നിന്നിട്ടുണ്ട്. ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല. സുശീല വാ തുറന്ന എല്ലാത്തിനും ഒരു സത്യം പുറത്തു വരും. എന്തായാലും സുശീലയുടെ വാ തുറക്കാൻ വേണ്ടി കാത്തിരിക്കാണ് പോലീസ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ആ സമയം ഗോകുല് പറയുന്ന തുറക്കട്ടെ, അല്ല സുശീല വാ തുറന്ന ഇനിയിപ്പോ ആരൊക്കെ പ്രതിയാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഗോകുല് പറയാം, എന്താ അങ്കിളിന് പേടിയുണ്ടോ? ഈ ജീവരാജിന്റെ നിയോഗം അങ്കിളിനെ പേടിപ്പെടുത്തുന്നുണ്ടോ? അങ്കിള് ഇതിൽ പങ്കാളിയാണോ? ഇതേ ഞാൻ ദാസാണ്. ദാസിനെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം അങ്ങ് മാറും. ദാസിനെ കുറിച്ച് വേണ്ടാത്തതൊന്നും തന്നെ പറയണ്ട. ദാസ് അങ്ങനെയുള്ള നീച പ്രവൃത്തിയൊന്നും ദാസിനെ ചെയ്യാൻ കഴിയില്ല. പിന്നെന്തിനാ അങ്കിൾ പേടിക്കുന്ന? അതല്ല, സുശീല തുറക്കുന്നതിനനുസരിച്ചിരിക്കും മൊഴി എങ്ങോട്ടൊക്കെ പോകുന്നുള്ളത്. അറിയാതൊക്കെ ആണെങ്കിലും നിനക്കൊപ്പം കൂട്ടുനിന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അതിപ്പോ വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. എന്തായാലും സുശീല വാ തുറന്ന് അപ്പോൾ തന്നെ ഗോകുൽ പറയാം, എന്തായാലും അവരെ ഇനി അധികം അവിടെ കിടത്താൻ പറ്റില്ല എന്നുള്ള ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ എനിക്ക് വിളിച്ചിരുന്നു. അതുകൊണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റിലാക്കാനുള്ള ആ ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഇനി അവരവിടുന്ന് ഡിസ്ചാർജ് ആയി പോകും. അധികം അവരെ അവിടെ കിടത്താനും പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയമാണെങ്കിലോ ദാസ് പറയാണ്, എനിക്കെന്തോ ഇതിന്റെ പിറകിൽ പല കളികളും ഉള്ളതുപോലെ തോന്നുന്നു. അപ്പൊ എന്താ അങ്ങനെ ഒരു തോന്നല്? അല്ല, സുശീല ഇനി വാ തുറന്ന സുശീലക്ക് ഇനി ആവശ്യപ്പെട്ട പണം കൊടുക്കണ്ടേ? അവർക്ക് എന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും കിട്ടില്ല. അത് കേൾക്കുന്ന ദാസ് പറയണേ, നീ ഇതുവരെ സുശീലയെ മനസ്സിലാക്കിയിട്ടില്ല. സുശീലയെ നീ മനസ്സിലാക്കുന്നത് നല്ലതാണ്. സുശീല നിന്നെ ഒരു പാഠം പഠിപ്പിക്കും, അതിന് നിൽക്കണ്ട എന്ന് പറയുമ്പോ ആ നീച സ്ത്രീക്ക് മാത്രം മതിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? അവരെ ഇനിയിപ്പോ വാ തുറന്ന് എന്റെ നേർക്ക് കുറ്റാരോപണവുമായി മുന്നോട്ട് വരികയാണെങ്കിൽ അവരെ കൊടുക്കാനുള്ള വഴികളൊക്കെ എനിക്കറിയാം. പിന്നെ അവര് എനിക്കെതിരെ മൊഴി ഇനിയിപ്പോ പറയുകയാണെങ്കിൽ ജീവരാജിന്റെ നിയോഗത്തിന് പിറകിലുള്ള കഥയും അവര് പറയേണ്ടി വരും. കാരണം ആഷിഫ് ഈ തെളിവ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ മൊത്തത്തിൽ അങ്ങ് കേൾക്കുമ്പോ ദാസിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അങ്ങനെ ദാസ് വീണ്ടും പറയാണ്, ഇതിലൊക്കെ എന്തൊക്കെയോ നിഗൂഢതകൾ തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ ഇത് അറിയാതെ വന്ന് പെട്ടുപോയി എന്ന് ദാസും പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ സുശീലയാണ് കാണിക്കുന്നത്. ഡോക്ടറും ഹർഷയും കൂടി വന്നിരിക്കുകയാണ്. ഡോക്ടർ, സുശീല നീ കണ്ണു തുറക്കേ, നിന്റെ അടുത്ത് ഹർഷയാണ്, നീ കണ്ണു തുറന്നോ എന്നൊരു ഡോക്ടർ ഇങ്ങനെ പറയാണ്. അത് കേൾക്കുന്ന സുശീല ഇങ്ങനെ അഭിനയിച്ച് കിടക്കുകയാണ്. സുശീല നീ തുറന്നോ? അപ്പോഴേക്കും സുശീല തുറക്കുന്നില്ല. അങ്ങനെ ഹർഷ, നീ സംസാരിച്ചാലേ സുശീല തുറക്കത്തുള്ളൂ. അങ്ങനെ ഹർഷ, ആന്റി ഞാനാണ്, ഹർഷയാണെന്ന് പറയുമ്പോൾ സുശീല പെട്ടെന്ന് എണീറ്റിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം എന്റെ ആന്റി, നിങ്ങളെ ഞാൻ സമ്മതിച്ചു, അതൊന്നും പറയണ്ട, മടുത്തു. എന്തായി? എന്നാലും അറ്റാക്ക് വന്ന ഇത്രയും ദിവസം കണ്ണടച്ച് കിടക്കേണ്ടി വരും എന്നുള്ള മാനസികാവസ്ഥ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇത് വല്ലാത്ത ഒരു അവസ്ഥ തന്നെയെന്ന് പറയുമ്പോൾ ആന്റിക്ക് എങ്ങനെയൊക്കെ കഴിയുള്ളൂ, അല്ലാതെ ആരെക്കൊണ്ട് ഇങ്ങനെ കഴിയില്ല. ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായി മഞ്ചാടിയുടെ കല്യാണം മുടങ്ങി? മഞ്ചാടിയുടെ കല്യാണമൊക്കെ മുടങ്ങി, പക്ഷെ അത് ആന്റിക്ക് അറ്റാക്ക് വന്നതുകൊണ്ടല്ല. പിന്നെ അത് ജീവരാജ് വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന സുശീല, എന്താ ഈ പറയുന്നത്? ജീവൻ മുങ്ങിപ്പോയെന്ന്? അതുമല്ല, ടെസ്റ്റ് വേറെ കിടക്കുന്നുണ്ട്. ഇവിടെ ആഷിഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അവൻ നിങ്ങളുടെ പേരാണ് പറഞ്ഞത്. സുശീല പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ജീവരാജിനെ ഇറക്കിക്കൊണ്ടു പോയിരിക്കുന്നതെന്ന്. എന്തായാലും പോലീസ് ഇപ്പൊ എത്തും തെളിവെടുപ്പിനായി. അതുകൊണ്ട് തന്നെ ആന്റി ഇനിയിപ്പോ എന്തൊക്കെ പറയണം എന്നുള്ളത് ആന്റി തന്നെ ആലോചിച്ചോ. ഈശ്വര, ഇത് വല്ലാത്തൊരു കുരുക്കായല്ലോ. എന്തായാലും ഇതിന് പിറകിൽ ആരോ വ്യക്തമായി കളിച്ചിട്ടുണ്ട്. ആന്റിയെ കരുവാക്കാൻ വേണ്ടി തന്നെയാണ് കളിച്ചിരിക്കുന്നത്. എന്തായാലും ആന്റി കുടുങ്ങി എന്നുള്ള ആ സത്യം ഇങ്ങനെ സുശീലയോട് പറയാണ് കേട്ടോ. ഈ സമയം സുശീല ആകെ പ്രതിസന്ധിയിലാണ്. ഈശ്വര, എൻ്റെ മക്കളെ എൻ്റെ അരികത്തോട്ട് വരുമ്പോൾ അവരോടൊന്ന് വാ തുറക്കാതെ ഞാൻ കിടക്കുകയായിരുന്നു. അമ്മയെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മക്കൾ വിളിച്ചിരുന്നു. എൻ്റെ മക്കൾക്ക് എന്നെ സംശയമുണ്ടോ? അതൊന്നും എനിക്കറിയത്തില്ല. സംശയമുണ്ടോ എന്നുള്ളത് ആൻറ്റി സംസാരിച്ചാലേ അറിയാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലും സോനയും ഇന്ദ്രനും അങ്ങനെ പുറത്ത് നിൽക്കണം. അപ്പോൾ ഇന്ദ്രൻ അങ്ങ് വന്നു കയറുന്നേ ഉള്ളൂ. എന്തായി എന്ന് ചോദിക്കുമ്പോൾ അമ്മ കണ്ണു തുറന്നു. പക്ഷെ ഇവിടെ എത്തിയത് ഹർഷയാണ് ആദ്യം. ഇതൊക്കെ
എന്തൊക്കെയാ ഒരു പ്ലാനിങ് പോലെ എനിക്ക് തോന്നുന്നു. നമുക്ക് ആർക്കും അമ്മയെ കാണാൻ പറ്റാതെ ആദ്യം തന്നെ അമ്മയെ കണ്ടിരിക്കുന്നത് ഹർഷയാണ്. ഹർഷ വന്നപ്പോൾ അമ്മ കണ്ണു തുറന്നു. ഇതിനൊപ്പം നിൽക്കുന്നത് ഡോക്ടർ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മൊത്തത്തിൽ ഒരു ചുറ്റിക്കളി. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് പുറത്ത് കൊണ്ടുവരണം സോനെ. എനിക്ക് തോന്നുന്നത് അമ്മ നീചമായ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നാണ്. അങ്ങനെയാണല്ലോ അമ്മ ഇതുവരെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനിയും അമ്മ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ ഇന്ദ്രേട്ട ഇതിന്റെ സത്യാവസ്ഥ കൊണ്ടുവന്ന് ഇനിയെങ്കിലും ശിക്ഷിക്കാതിരുന്നാൽ ശരിയാവില്ല. അമ്മ ഇത്രയും നാളും മക്കളോട് കള്ളം ചെയ്തിട്ടല്ലേ അമ്മ എല്ലാം നേടിയെടുത്തിട്ടുള്ളത് എന്നും പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ ഹർഷ പുറത്തോട്ട് വരികയാണ്. ഹർഷയെ കണ്ടോടെ തന്നെ എന്തെന്ന് ചോദിക്കുക. അല്ല ഹർഷയെ, അമ്മ കണ്ണു തുറക്കുന്നു എന്നുള്ള വിവരം നീ അറിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത്? അല്ല, എനിക്ക് ഇങ്ങോട്ടേക്ക് വരണം തോന്നി. അതെന്താ പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങോട്ടേക്ക് വരണം തോന്നി? അല്ല ആന്റി അന്ന് ഹോസ്പിറ്റലാക്കിയിട്ട് ഞാൻ അങ്ങ് പോയതാണല്ലോ, പിന്നെ ഞാൻ ഈ വഴിക്ക് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് വരണം എന്ന് തോന്നിയത്. ഞാൻ അതുകൊണ്ട് വന്നു എന്നുള്ള സത്യം പറയാനായിട്ടാ. അതേസമയം സോനയെ മനഃപൂർവ്വം അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി സോനയെ നിന്റെ അമ്മക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിരുന്നു, ചുടുവെള്ളം. അത് പോയി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇതേ സമയം വാ ഇന്ദ്രട്ട എന്ന് പറഞ്ഞ് സോന ഇന്ദ്രനെ വിളിക്കുമ്പോ, ഇന്ദ്രൻ നീ ഇവിടെ നിൽക്കേ, നീ പൊയ്ക്കോ, കാരണം ഒരാളെ ഡോക്ടർ കേറ്റത്തുള്ളൂ, രണ്ടുപേരെ കേറ്റത്തില്ല. ആദ്യം സോന കയറി കാണട്ടെ, എന്നിട്ട് ഇന്ദ്രന് കാണാം എന്നൊക്കെ പറയാനിട്ടോ. ഈ സമയം സോന അങ്ങ് പോവാണ്. പിന്നീട് ഇന്ദ്രൻ ചോദിക്കാണ്, ഹർഷേ സത്യം പറ, നീയും അമ്മയും അമ്മ കണ്ണു തുറക്കുന്ന വിവരം നിന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നേ? എന്താ ഇന്ദ്ര അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നീ അങ്ങനെയൊന്നും ചോദിക്കല്ല, അങ്ങനെയൊന്നും ഇല്ലാതെ പറയാനിട്ടോ. എന്നിട്ട് പറയണേ, എന്തായാലും നിന്റെ അമ്മക്ക് ഇപ്പൊ ചെറിയ അറ്റാക്കാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ നീയും അനുപമയും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ, നീ അനുപമയെ പഴയതുപോലെ കൂട്ടാവെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അമ്മക്ക് മെയിൻ ആയിട്ടുള്ള വലിയ അറ്റാക്ക് തന്നെ വരുമെന്ന് പറയുന്നു. അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പാവം അമ്മ, നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച ആ സ്ത്രീയെ ഇനി നീ വേദനിപ്പിക്കരുത് എന്നും പറഞ്ഞ് ഹർഷ അവിടെ നിന്നും പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ ജീവരാജിന്റെ അച്ഛനെ അമ്മയാണ് കാണിക്കുന്നത്. മഞ്ചാടി ഇങ്ങനെ മരുന്നും വെള്ളമൊക്കെ കൊടുക്കാണ്. അമ്മ കുടിക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ആ സമയം കാണാൻ മോനിച്ചാനും ഭാര്യയും ആ വഴിക്ക് വരുന്ന തുരുത്തിലുള്ളവർ കേട്ടോ. അപ്പൊ ഈ വഴിയല്ലേ, അങ്ങനെയല്ലേ നമ്മുടെ മുരുകൻ പറഞ്ഞത്. അങ്ങനെ അവര് തിരിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെല്ലടിക്കാണ്, അവരെ സ്വീകരിക്കാണ്. മോനിച്ച 3 എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കെട്ടിപ്പിടിച്ച് മഞ്ചാടി കരയൊക്കെ ചെയ്യാണ് കേട്ടോ. ഇതേ സമയം എന്താ പറ്റിയത് എന്നിങ്ങനെ ജീവന്റെ അമ്മയോട് ചോദിക്കുമ്പോ അത് മോനെ കാണാനായിട്ടുള്ള ടെൻഷനാണെന്ന് മഞ്ചാടി പറയാൻ കേട്ടോ. അപ്പൊ ഇത് കേട്ടോടും തന്നെ എന്തോ എനിക്കും എന്ന് പറയുമ്പോഴേക്കും ജീവന്റെ അച്ഛൻ ചോദിക്കാണ്, നിങ്ങൾക്ക് കായലിനെ കുറിച്ചും കടലിനെ കുറിച്ചൊക്കെ അറിയുന്നതല്ല, അതുകൊണ്ട് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഇനി എന്റെ മകൻ തിരികെ വരുമോ? അത് കേട്ട മോനിച്ചാൻ പറയാം, ഡെഡ് ബോഡി ഇതുവരെ അടിയാത്ത സ്ഥിതിക്ക് അവൻ എവിടെ ഏതോ ഒരു തുരുത്തിൽ ചെന്ന് കയറിയിട്ടുണ്ട്, അപ്പൊ തീർച്ചയായും അവൻ എത്തും, അത് ഉറപ്പാ. അപ്പൊ മഞ്ചാടി പറയുന്നുണ്ട്, തീർച്ചയായും എന്റെ ജീവൻ വരുന്നു, എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പോഴേക്കും യുവരാജിന്റെ അമ്മക്ക് ചെറിയ ചുമയും ശ്വാസം മുട്ടലൊക്കെ കാണിക്കാനായിട്ട് അത് കാണുന്ന മഞ്ചാടിക്ക് ഭയങ്കര വിഷമമാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ജീവനൊന്ന് തിരിച്ചു വന്നെങ്കിൽ എന്ന ആ ഒരു സങ്കടത്തോടു കൂടി ഇങ്ങനെ മഞ്ചാടി നിൽക്കണം കേട്ടോ. അതേസമയം പ്രതിഭയാണ് കാണിക്കുന്നത്. പ്രതിഭ സോനയുടെ കുഞ്ഞിനെ എടുത്ത് വരികയാണ്. അപ്പോഴേക്കും സുധന്റെ ഭാര്യയും കൂടിയിട്ട് സുശീലയെ കാണാൻ പോവുകയാണ്. എന്തായാലും അവരുടെ വായിൽ നിന്ന് ഇനി ഓരോന്ന് കേൾക്കേണ്ടി വരും എന്നൊക്കെ പ്രതിഭയുടെ അമ്മ പറയുമ്പോ പ്രതിഭ പറയണ, നിങ്ങളെന്തിനാ പേടിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് അതിനുള്ള ആറ്റം ബോംബ് ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോ, അങ്ങനെയല്ല എന്നാലും എന്ന് പറയുമ്പോ, എന്തായാലും അമ്മ പോയിട്ട് വാ, നീ വരുന്നുണ്ടോ? ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ എന്തായാലും കുഞ്ഞിനെ ഇവിടെ ഉള്ളതല്ല, സോന കുഞ്ഞിനായിട്ട് ഹോസ്പിറ്റലിലോട്ട് വരരുത് എന്നാ പറഞ്ഞ, നീ ആ ഷാമിനെ വിളിച്ച് കുഞ്ഞിനെ ഏൽപ്പിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം പെട്ടെന്ന് പ്രതിഭയ്ക്ക് ഇങ്ങനെ തല കറങ്ങണം. അമ്മയെ എനിക്ക് തല കറങ്ങുന്നു, കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം പ്രതിഭയുടെ അമ്മ ഓടി വന്ന് ഇങ്ങനെ കുഞ്ഞിനെ പിടിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഇതേ സമയം സത്യനാണെങ്കിൽ ഒരു ഓട്ടോയിൽ വന്ന് ഇറക്കുന്നുണ്ട്. അങ്ങനെ എന്താ മോളെ പറ്റിയത്? എനിക്കറിയില്ല അമ്മയെ തല കറങ്ങുന്നു എന്ന് പറയണം. അപ്പോഴേക്കും സത്യൻ ഓടി വരിക, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കാണ്. സത്യത്തിന് എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. അപ്പോഴേക്കും സത്യം വെള്ളം എടുത്ത് പെട്ടെന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ വെള്ളം കുടിച്ച ഉടൻ തന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കാണ്. അപ്പോൾ ഉടൻ തന്നെ സത്യം പറയുന്നുണ്ട്, നമുക്ക് ഡോക്ടറെ അടുത്തോട്ട് പോകുമോ? പ്രതിഭ നീ എനിക്ക് പെട്ടെന്ന് വാ, ഓട്ടോ നിൽക്കുന്നുണ്ടല്ലോ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഉടൻ തന്നെ പ്രതിഭയുടെ അമ്മ പറയണ, ഇത് ഡോക്ടറെ അടുത്തൊന്നും പോകണ്ട, എന്തായാലും ഞാനൊന്ന് ചോദിച്ചറിയട്ടെ എൻ്റെ മോളോട്, ഇതൊരു സന്തോഷമുള്ള കാര്യമാണെന്ന് തോന്നുന്നു എന്ന് പറയാനിട്ടാ. ഇതേ സമയം എന്തൊക്കെയോ ഇങ്ങനെ പ്രതിഭയോട് ചോദിക്കുന്നുണ്ട്.
ആ സമയം സുധൻ പറയുന്നത് മോനെ എനിക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യമാണെന്നുള്ളത് ഉറപ്പാണെന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു സന്തോഷിക്കാനുള്ള കാര്യം എന്തെന്നറിയാൻ സത്യം ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രതിഭയുടെ മുഖത്ത് നാണവും ചിരിയൊക്കെ വരുന്നുണ്ട്. അവിടെ തന്നെ പ്രതിഭയുടെ അമ്മ പറയാണ് മോനെ ഇവളെ പെട്ടെന്ന് ഒരു ഡോക്ടറെ കൊണ്ടേ കാണിക്കേ, ഇവള് ഒരു കുഞ്ഞിന് അമ്മ ആവാൻ പോകുന്നു, നീ ഒരു അച്ഛനാവാൻ പോകുന്നു എന്ന് സത്യം പറയുമ്പോൾ സത്യത്തിന് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അപ്പോഴേക്കും പ്രതിഭയെ കൊണ്ട് വാ നമുക്ക് ഡോക്ടറെ അടുത്തോട്ട് ഇപ്പൊ തന്നെ പോവാം, കുഞ്ഞിനെ ഇവര് നോക്കിക്കോളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പ്രതിഭയുടെ അമ്മ പറയാണ് അത് വേണ്ട, ഓട്ടോയിൽ കൊണ്ടുപോകണ്ട, എൻ്റെ മോളെ കാറിൽ കൊണ്ടുപോകാൻ സത്യം എന്ന് പറയുന്നിട്ട്. ഇതേ സമയം പ്രതിഭ പറയണം അതൊന്നും വേണ്ട, നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഇറങ്ങിയതല്ലേ, നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയിക്കോളൂ, വരുമ്പോ പ്രഗ്നൻസി കിറ്റ് കൊണ്ടുവന്നാൽ മതി, അതിൽ കൺഫേം ചെയ്യാലോ നമുക്ക് എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.